നമസ്കാരം. ഓം ഓം ഓം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രൈംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം മഹാദേവി നമഃ. ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധം അധ്യായം 17. ശുഗൻ ഒരു സാമാന്യ മനുഷ്യനല്ല എന്ന് മനസ്സിലാക്കിയ ദ്വാരപാലകൻ അദ്ദേഹത്തോട് ക്ഷമ ചോദിച്ചുകൊണ്ട് അകത്തേക്ക് കടന്നു പൊയ്ക്കൊള്ളാൻ പറയുന്നു ജനക മഹാരാജാവിനെ കാണാൻ. അപ്പോൾ ക്ഷമ ചോദിച്ചപ്പോൾ, നീ ഒരു കുറ്റവും ചെയ്തിട്ടില്ല, രാജാവിൻ്റെ ആജ്ഞ അനുസരിക്കേണ്ടവനാണല്ലോ നീ, അതുകൊണ്ട് നീ നിൻ്റെ ധർമ്മമാണ് ചെയ്തതെന്ന് ആശ്വസിപ്പിക്കുന്നു. അപ്പോൾ ദ്വാരപാലകന് ഇദ്ദേഹം ഒരു ജ്ഞാനിയാണെന്ന് മനസ്സിലായിട്ട് സുഖമെന്താണ്, ദുഃഖമെന്താണ്, ശത്രു ആരാണ്, മിത്രമാരാണ്, ഇതൊക്കെ വിശദമായിട്ട് എന്നെ മനസ്സിലാക്കി തരണം എന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ ശുഗൻ വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കുന്നു. വിദഗ്ധന്മാർ 3 തരക്കാരുണ്ടെന്നും സർവ ലോകങ്ങളിലും ദ്വൈതഭാവമുണ്ടെന്നും സാമർഥ്യമാണെങ്കിലും 2 തരത്തിലുണ്ടെന്നും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. അപ്പോൾ പിന്നെയും ദ്വാരപാലകൻ, അങ്ങ് പറഞ്ഞതിൻ്റെ ഒന്നും അർത്ഥം എനിക്കൊട്ടും മനസ്സിലാകുന്നില്ല, എനിക്കതൊന്നും മനസ്സിലാക്കാനുള്ള ജ്ഞാനമൊന്നുമില്ല എന്ന് പറയുന്നു. അപ്പോൾ വിശദമായിട്ട് ശുഗൻ പറഞ്ഞ് മനസ്സിലാക്കുന്നു. ഈ പ്രപഞ്ചത്തിൽ ആസക്തിയുള്ളവനെയാണ് ആസക്തനെന്ന് പറയുന്നത്. അവർക്കാണ് മിക്കവാറും പല ദുഃഖങ്ങളും ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ധനവും പുത്രന്മാരും ഭാര്യയും എല്ലാ കാര്യത്തിലും വിജയവുമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ സുഖമാണ് എല്ലാവർക്കും. അതില്ലെങ്കിൽ ദുഃഖവും തോന്നും. ഇതൊക്കെ സ്വാഭാവികമാണ്. അതുപോലെ തന്നെ ആരാണോ സുഖം നൽകുന്നത് അവനാണ് ആസക്തന് മിത്രം. പക്ഷേ സാമർഥ്യമുള്ളവർ ഒന്നും മോഹിക്കുകയില്ല. മൂർഖന്മാരാണ് എവിടെയും മോഹാസക്തനാകുന്നത് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. ശത്രുക്കളാണെങ്കിൽ കാമം, ക്രോധം, പ്രമാദം തുടങ്ങിയവരാണെന്നും പറയുന്നു. ഇനി അടുത്തുള്ള ശ്ലോകങ്ങൾ വായിക്കാം. സൂത ഉവാച. ശ്ലോകം 48. തച്ഛ്രുത്വാ വചനം തസ്യ മത്വാ തം ജ്ഞാനിനം ദ്വിജം ക്ഷത്താ പ്രവേശയാമാസ കക്ഷാം ചാതി മനോരമാം. ദ്വാരപാലകൻ അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ കേട്ടു. വിദ്വാനായ ഒരു ബ്രാഹ്മണനാണ് അദ്ദേഹമെന്ന് മനസ്സിലാക്കി അതിരമ്യമായ ആ പുരത്തിനുള്ളിലേക്ക് കടത്തിവിട്ടു. ശ്ലോകം 49. നഗരം വീക്ഷമാണ സൻ ത്രൈവിധ്യ ജനസങ്കുലം നാനാ വിപണിദ്രവ്യാഠ്യം ക്രയ വിക്രയകാരകം. 3 വിധത്തിലുള്ള ജനങ്ങൾ തിങ്ങി നിറഞ്ഞതും പലതരം വിൽപ്പനച്ചരക്കുകൾ കച്ചവടം നടത്തുന്ന തെരുവുകളോട് കൂടിയതുമായ നഗരം കണ്ടുകൊണ്ട് അദ്ദേഹം യാത്ര ചെയ്തു. ശ്ലോകം 50. രാഗദ്വേഷയുതം കാമലോഭ മോഹാകുലം തഥാ വിവതിൽ സുജനാകീർണം വസുപൂർണം മഹത്തരം. രാഗദ്വേഷങ്ങളോടുകൂടിയതും കാമലോഭമോഹങ്ങൾ കൊണ്ട് വ്യാകുലമായതും വിദ്വജ്ജനങ്ങൾ നിറഞ്ഞതും ധനസമൃദ്ധിയുള്ളതും മഹത്തരവുമായിരുന്നു ആ നഗരം. ശ്ലോകം 51. പശ്യൻ സ ത്രിവിധാൻ ലോകാൻ പ്രാസരദ്രാജമന്ദിരം പ്രാപ്ത പരമതേജസ്വി ദ്വിതീയ ഇവ ഭാസ്കരഃ.
നഗരത്തെയും സാത്വികർ, രാജസർ, താമസർ എന്നിങ്ങനെ 3 വിധത്തിലുള്ള ആളുകളെയും കണ്ടുകൊണ്ട് രണ്ടാമതൊരു സൂര്യനോ എന്ന് തോന്നുമാറ് തേജസ്വിയായ അദ്ദേഹം മുന്നോട്ട് നടന്ന് രാജമന്ദിരത്തിന് മുൻപിലെത്തി. ശ്ലോകം 52. നിവാരിതച്ഛതത്രൈവ പ്രതീഹാരേണ കാഷ്ടവത് തത്രൈവ ച സ്ഥിതോ ദ്വാരി മോക്ഷം ഏവാനുചിന്തയൻ. ഒരു ദ്വാരപാലകൻ അദ്ദേഹത്തെ അവിടെയും തടഞ്ഞു. അദ്ദേഹമാകട്ടെ മോക്ഷത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഒരു മരപ്പാവയെപ്പോലെ ആ വാതുക്കൽ തന്നെ നിന്നു. ശ്ലോകം 53. ഛായായാമാദപേ ചൈവ സമദർശീ മഹാതപാഃ ധ്യാനം കൃത്വാ തഥൈകാന്തേ സ്ഥിതസ്ഥാണുരിവാചലഃ. തണലും വെയിലും തുല്യമായി കാണുന്ന ആ മഹാതപസ്വി ഏകാന്തത്തിൽ ധ്യാനിച്ചുകൊണ്ട് തൂണുപോലെ ഇളകാതെ നിന്നു. തം മുഹൂർത്തദുപാഗത്യ രാജ്ഞോ മാത്യകൃതാഞ്ജലിഃ പ്രവേശയത്തത കക്ഷാം ദ്വിതീയാം രാജവേശ്മന. 54-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം: മുഹൂർത്തത്തിനുള്ളിൽ രാജാവിൻ്റെ അമാത്യൻ കൈകൂപ്പിക്കൊണ്ടവിടെ എത്തി രാജഗൃഹത്തിൻ്റെ 2ാമത്തെ ഉൾത്തളത്തിലേക്ക് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.